ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബാലൻ മാപ്പ് പറയുകയാണ് ധർമ്മൻ്റെ അടുത്ത്. ധർമ്മ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണ് പോയി, നീ അത് കാര്യമാക്കാതെ നീ അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മന് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ധർമ്മം പറയും, വേണ്ട, എനിക്കിനി ഇതൊന്നും കേൾക്കണ്ട, ഞാൻ ദേവമംഗലം എന്നേക്കുമായി ഉപേക്ഷിച്ചു, ഇനി കൃഷ്ണമംഗലം എൻ്റെ ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെയാണ് എൻ്റെ കുടുംബം, അതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. അപ്പോൾ ഗോമതി, ധർമ്മ നീ അങ്ങോട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണ്. ചേച്ചി ദയവ് ഇത് എന്നെ കൈകൂപ്പി മാപ്പ് ചോദിക്കരുത്, കാരണം കള്ളന്മാരെ കൈകൂപ്പി തൊഴുത് മാപ്പ് ചോദിക്കുന്നത് ചേച്ചിക്ക് ക്ഷീണമാണ്, അതുകൊണ്ട് ചേച്ചി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. ഇതേ സമയം ബാലൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ, 25,000 രൂപയുടെ കാര്യമൊന്ന് ചോദിച്ചിരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ധർമ്മം പറയും, ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട എൻ്റെ അധ്വാനം കൊണ്ട് നേടിയ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തത്. പൈസയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ലക്ഷങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരാനാവും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലാണ്ട് ഞാനൊന്നും അങ്ങോട്ട് തരാനില്ല എന്ന് പറഞ്ഞ് ധർമ്മം കണക്ക് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അശോകനും അച്യുതനും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ വന്നിട്ട് ധർമ്മനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, എടാ ധർമ്മ, ചിലപ്പോൾ നിനക്ക് തരാനുള്ള പൈസ നിന്നെ തരാതെ നിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ ഇല്ലാക്കഥ മെനഞ്ഞുണ്ടാക്കിയതെന്ന്. അപ്പോൾ അശോകൻ വന്നിട്ട് പറയും, അച്യുത നീ പറയണ്ട, അവർ സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ ഇതേ സമയം ധർമ്മനെ അനുനയിപ്പിക്കാൻ വേണ്ടി അനുശ്രീ വന്നിട്ട് പറയും, കൊച്ചച്ച, മാമനത് വിട്ടേക്ക് പ്ലീസ് എന്ന്. അപ്പോൾ ധർമ്മൻ പറയും, അനുശ്രീ നീ ഇതിലിടപെടണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം മാത്രമാണ്, ഈ ഒരു കാര്യത്തിൽ ആരും ഇടപെടണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തോളാം എന്ന് പറഞ്ഞ ആരോനെയും അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ അച്യുതനും അശോകനും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ വീണ്ടും അച്യുതൻ സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ അശോകൻ പറയും, അച്യുത നീ ഇതിൽ ഇടപെടണ്ട, അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അച്യുതനെ അവിടെ നിന്ന് മാറ്റുകയാണ് അശോകൻ. അപ്പോൾ ധർമ്മൻ പറയും, അപ്പോൾ ഇത് കേട്ടിട്ട് ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് ധർമ്മൻ തിരിച്ചു പോരാൻ നോക്കുമ്പോൾ ആര്യൻ വന്നിട്ട് പറയും, മാമ, അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം, മാമൻ്റെ ഉള്ളെത്ര വേദനിച്ചു എന്ന് എനിക്കറിയാം, ദയവ് ഇത് മാമൻ ഇത്തവണത്തേക്ക് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം, മാമൻ വീട്ടിലോട്ട് തിരിച്ചു വരണമെന്ന്. അപ്പോൾ ധർമ്മൻ ആര്യനോട് ഇങ്ങനെ പറയും, ആര്യ, നീ എന്നെ ഒരിക്കലും ഇനി മാമ എന്ന് വിളിക്കേണ്ട, കാരണം ഇനി നാട്ടിൽ എൻ്റെ പേര് കള്ളൻ എന്നാണ് ആൾക്കാരൊക്കെ അറിയുക, അപ്പോൾ ഒരു കള്ളൻ്റെ അനന്തരവനായ നിനക്കത് നാണക്കേടാണ്, അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദേവമംഗലത്ത് അച്യുതൻ്റെ ഭാര്യയ്ക്ക് സന്തോഷിച്ചിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ അശോകന് അത്ര സന്തോഷമൊന്നുമില്ല. അങ്ങനെ അച്യുതൻ വന്നിട്ട്, ധർമ്മ നീ ഇപ്പോഴാണ് ഒരു ആൺകുട്ടിയായത്, മുന്നേ നീ ദേവമംഗലത്തുകാരുടെ അടിമയായിട്ട് നിൽക്കുകയായിരുന്നു, അപ്പോൾ അങ്ങനെ നീ നിൻ്റെ ജീവിതം കളയുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ ഞാനായിരുന്നാലും ചേട്ടനായിരുന്നാലും ഞങ്ങൾക്ക് പോലും ഇങ്ങനെ മറുപടി പറയാൻ പറ്റില്ലായിരുന്നു, അല്ലേ ചേട്ടാ. ധർമ്മൻ ഇപ്പോൾ കാണിച്ചത് നല്ലൊരു കാര്യമാണ്, പിന്നെ നിന്നെ മനസ്സ് വേദനിപ്പിച്ചവരോട് ഞങ്ങൾ തീർച്ചയായും പ്രതികാരം ചെയ്യും, അല്ലേ അലോകെ എന്ന് ചോദിക്കണം. അപ്പോൾ അശോകൻ പറയും, അച്യുത അത് വേണ്ട, കാരണം ധർമ്മൻ ഇപ്പോൾ പറഞ്ഞതല്ല, അവന് പറയാനുള്ളതൊക്കെ അവൻ പറഞ്ഞു തീർത്തു എന്നും, അപ്പോൾ ഇനി വീണ്ടും ഈ പ്രതികാരം ഒന്നും വേണ്ട, ഇതിവിടെ തീർന്നു എന്ന്. അതെന്തായേട്ടാ അങ്ങനെ പറയുന്നത്, ഇവൻ നമ്മുടെ അനിയനല്ലേ എന്ന് പറയുകയാണ് അച്യുതൻ. കാരണം അശോകൻ ഇപ്പോൾ ഒന്നൊരു സമാധാനപ്രിയനായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ അച്യുതനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്യുതൻ പറയും, എൻ്റെ ചേട്ടൻ്റെ മകളേനെ അവിടേക്ക് കല്യാണം കഴിച്ചതുകൊണ്ട്, ആര്യൻ്റെ വീടായതുകൊണ്ടാണോ ചേട്ടൻ ഇങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഒരു സന്യാസിയെ പോലെ ചേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ധർമ്മൻ നമ്മുടെ അനിയനാണ്, പിന്നെ അവന് നമുക്കൊരു ജോലിയും കണ്ടെത്തി കൊടുക്കണം, അതെന്താ അച്യുത ഇത്ര ആലോചിക്കാൻ, നമ്മുടെ കമ്പനിയിൽ പോന്നോട്ടെ, അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അതല്ല ചേട്ടാ, അശോകേട്ടൻ പറയുന്നതിൽ വേറൊരു പ്രശ്നമുണ്ട്, കാരണം കമ്പനിയിൽ ഓൾറെഡി സ്റ്റാഫുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, അപ്പോൾ ഇവനും കൂടി വന്നിട്ട് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് ഇവനൊരു പുതിയ സ്ഥാപനം ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ സ്ഥാപനമോ, നീ എന്താ അച്യുത ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് വഴിയേ ഞാൻ പറയാം. പിന്നെ അമ്മയോടൊരു കാര്യം ചോദിക്കാനുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഇവിടെ നടന്ന സംഭവങ്ങളിൽ അമ്മയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയും, ഇത്രയും കാലം ഗോമതിയും ബാലനുമാണ് ശരിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഗോമതിയുടെ ഭാഗത്തും ബാലൻ്റെ ഭാഗത്തും വലിയ തെറ്റ് നടന്നിട്ടുണ്ട്, എൻ്റെ ധർമ്മനെ കള്ളനാക്കിയവരുടെ അടുത്ത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല, അതെനിക്കൊരിക്കലും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോവുകയാണ് ധർമ്മൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറേ പേരൊക്കെ ധർമ്മന് സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അച്യുതനും അച്യുതൻ പറയുകയാണ്, ധർമ്മ നീ വിഷമിക്കേണ്ട, ഒരു കാര്യം
ആലോചിച്ച് വിഷമിക്കേണ്ട. എനിക്കൊരൊറ്റ വിഷമമുള്ളത് സുകന്യയും നന്ദിനിയും ഇവിടെ ഇല്ലാതെയായിപ്പോയി. ഇതൊക്കെ കാണാൻ അവർക്കൊരവസരം ഉണ്ടായില്ല. ആ കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് എനിക്ക് വിഷമം എന്ന് പറഞ്ഞ് അച്യുതൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറിപ്പോവുകയാണ്. ഇതേ സമയം അനു വീണ്ടും ധർമ്മനോട് പറയുന്നുണ്ട്, മാമ അച്ഛൻ വന്ന് മാപ്പ് പറഞ്ഞതല്ലേ മാമൻ്റെ അടുത്ത്, പിന്നെ എന്തിനാണ് മാമൻ ഈ വാശി വെച്ചിരിക്കുന്നത്, ഒന്ന് ക്ഷമിച്ചൂടെ. അപ്പോൾ ധർമ്മൻ വളരെ ദേഷ്യത്തിൽ പറയും, എന്നെ കള്ളനാക്കിയിട്ട് പിന്നെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അനുവിൻ്റെ അടുത്ത് ചൂടാവുകയാണ്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ധർമ്മൻ ഇങ്ങനെ ചൂടായി സംസാരിച്ചത് കാരണം ആകെ ക്ഷീണിതനാണ് ബാലൻ. അത് മനസ്സുകൊണ്ട് ആകെ ക്ഷീണിതനാണ്. ആകെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട കാരണം ബാലൻ വീട്ടിൻ്റെ അകത്ത് വന്ന് വീട്ടിലെല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ലേ ഞാൻ പോയി മാപ്പ് ചോദിച്ചത്, എന്നിട്ട് എന്തായി, അവൻ എൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് 2 കൊടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ എനിക്ക് തന്നെ ഒരു ഭയം തോന്നി, ചിലപ്പോൾ ഇനി അവൻ എന്നെ തിരിച്ചു തല്ലിയാലോ, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ തല്ലാഞ്ഞതെന്ന്. അപ്പോൾ ആകാശം ആര്യനും പറയുന്നുണ്ട്, അച്ഛൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, കാരണം ഒരിക്കലും കള്ളനെന്ന് മാമനെ വിളിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ ബാലതൊന്നും അംഗീകരിക്കുന്നില്ല. ബാലൻ പറഞ്ഞത് ഞാൻ അവൻ്റെ അടുത്ത് ആ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ എന്ത് പ്രശ്നമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ്. അപ്പോൾ ആകാശ് പറയും, അല്ല അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലന് കുറച്ചും കൂടി ദേഷ്യം വന്ന് ബാലൻ ആകാശിനെ കുറേ വഴക്കൊക്കെ പറയും. എന്നിട്ട് പറയും, ബാലൻ പറയുകയാണ്, ഞാൻ എൻ്റെ മകൾ, അതായത് മിത്രയെ കല്യാണം കഴിച്ചു കൊടുന്നപ്പോഴോ അല്ലെങ്കിൽ മീനുവിനെ കല്യാണം കഴിച്ചു കൊടുന്നപ്പോഴോ അനു കൃഷ്ണമംഗലത്തേക്ക് പോയപ്പോഴോ ഒന്നുമല്ല ഞാൻ തോറ്റത്, ഇപ്പോൾ ഈ നിമിഷമാണ് ഞാൻ തോറ്റത്, എനിക്ക് അങ്ങോട്ട് മരിച്ചു പോയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാലൻ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി ഇതേ സമയം അനുവും നമ്മുടെ വിഷമിച്ച് വീട്ടിനകത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അലോകിന് പിന്നെ സന്തോഷമാണല്ലോ. അനു വിഷമിച്ചിരിക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് ഒന്ന് അങ്ങോട്ട് നടക്കും, ഒന്ന് ഇങ്ങോട്ട് നടക്കും. എന്നിട്ട് ബാലനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനു പറയും, അലോകെ നീ മിണ്ടാതിരുന്നോ, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വരെയാവും നിൻ്റെ ഈ സംസാരം, മിണ്ടാതെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ. പക്ഷെ അലോക ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അലോക് പറയും, ഒരു കോമഡി സ്റ്റോർ മുതലാളി ഉണ്ടായിരുന്നു, ആ മുതലാളിയുടെ വീഴ്ച കാണാൻ പറ്റി, ജീവിതം ഇപ്പോൾ എന്തൊരാനന്ദകരം, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥമൊക്കെ വന്നത് എന്ന് പറഞ്ഞ് അനുവിനായിട്ട് ഇങ്ങനെ സ്ക്രൂ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അലോക്. അപ്പോൾ അനു പറയുന്നുണ്ട്, അലോകെ നീ മിണ്ടാതിരുന്നോ, ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരുന്നോ എന്ന് പറയും. പക്ഷെ അലോക് അത് കേട്ട പാടെ ഒരു ഇതും കേൾക്കുന്നില്ല. എന്നിട്ട് പറയും, ഞങ്ങൾ ഇനി ആ ഗോമതി സ്റ്റോർ ബാലൻ്റെ കച്ചവടം കൂടി ഇനി പൂട്ടിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനുവിന് ദേഷ്യം പിടിച്ചിട്ട് അനു കുറേ വഴക്ക് പറയാം അലോകിനെ, കൈ ചൂണ്ടിയിട്ട്, നീ എൻ്റെ അച്ഛനെ പറയാനായിട്ടില്ല, എൻ്റെ അച്ഛൻ മാപ്പ് പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷേ മാപ്പ് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തി അവിടെ വലുതാവേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നിന്നെപ്പോലെയല്ല എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അലോകിൻ്റെ അടുത്ത് കയർക്കുകയാണ് അനു. പക്ഷേ വീണ്ടും അലോക് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം, അടിയരന്ന് വാങ്ങുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് അലോക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലോക് പറയും, നീ വലിയ ഡയലോഗൊന്നും അടിക്കേണ്ട, എത്രയായാലും നിൻ്റെ അച്ഛൻ ഇത് നാണം കെട്ടൊരു കാഴ്ചയുണ്ടല്ലോ, അത് കണ്ണിന് കുളിര് നൽകുന്നൊരു കാഴ്ചയാണ്, ചെറിയച്ഛൻ അത് പൊളിച്ചടുക്കി. ഇതും കൂടി പറഞ്ഞതോടുകൂടി അനുവിനെ ആ കലിപ്പടങ്ങും. അനു അങ്ങ് തലങ്ങും വിലങ്ങും അലോകിനെ അടിച്ചുകൊണ്ടേയിരിക്കും. 2 കവളത്തും മാറി മാറി അടിക്കും, തലയിലോട്ടടിക്കും, പിന്നെ കഴുത്ത് പിടിച്ച് ഞെക്കും, പിന്നെ വലിച്ച് ബെഡിലോട്ടിട്ടിട്ട് വീണ്ടും അടിക്കുകയാണ്. ഇപ്പോൾ ഇതേ സമയം അലോക് അയ്യോ ആവോ എന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇത് അച്യുതനും ധർമ്മനും കൂടി കേട്ടിട്ട് അവർ വരികയാണ്. അപ്പോൾ ധർമ്മൻ പറയണ്ടേ, എന്തിനാ അച്യുവേട്ടാ അവർ അങ്ങോട്ട് പോകണത്, അവർ തമ്മിൽ എന്തോ സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതല്ലേ, അതങ്ങനെയൊന്നും അല്ലട ധർമ്മ, നീ ഇങ്ങോട്ട് വല്ലെങ്കിൽ അപ്പോൾ അലോകിൻ്റെ പണി ഇപ്പം തീരും എന്ന് പറഞ്ഞ് അച്യുതനും ധർമ്മനും കൂടി അങ്ങോട്ട് വരാം. അപ്പോൾ എന്താ ഇവിടെ ഒരു ശബ്ദം എന്ന് ചോദിക്കും. അപ്പോൾ അനു പറയും, അതെ ഇന്നലെ നല്ല ചൂടായിരുന്നില്ലേ, അലോകമാണ് ചെങ്കിൽ AC ഇടാതെ കിടന്നത്, എന്നിട്ട് വേർപ്പൊക്കെ തലയിലിറങ്ങി, ഇപ്പം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അലോക്, ആ പാട്ട് പാടുമ്പോൾ സൗണ്ട് ശരിയാവുന്നില്ല, അങ്ങനെയാണെന്ന്. ധർമ്മ പറയും, നീ ഏത് പാട്ടാടാ പാടിയത്, നല്ല സൗണ്ട് സുഖമില്ല കേട്ടോ, എന്നാലും നീ പാടിക്കോ എന്ന് പറഞ്ഞ് ധർമ്മൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അച്യുതന് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവനെ അടിച്ചൊതുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്, കാരണം അവൻ കഴുത്തൊഴിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ അച്യുതൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ധർമ്മനെ വിളിച്ച് ആരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിത്രയും
മീനും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഇത്ര പറയും, ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് മാമനെ വിളിക്കുന്ന കാര്യമൊന്നും നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. കാരണം അച്ഛനാകെ വിഷമമായിട്ടുണ്ട്. പിന്നെ ഇനി മാമൻ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും അച്ഛൻ ഇവിടെ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും രണ്ടുപേരും അത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് മാമൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതാണോ അതോ കൃഷ്ണമംഗലംകാർ മാമനെ കൺവിൻസ് ചെയ്തിട്ട്, അതായത് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മാമനെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നൊക്കെയാണ് എനിക്ക് സംശയം. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലൻ ചോദിക്കും, മീനൊന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല അച്ഛൻ, ഞങ്ങളിന്ന് ജോലിക്ക് പോയില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നതല്ലേ. ഓ, നിങ്ങൾക്ക് നല്ല വിഷമമായി ഉണ്ടാവില്ലേ കുട്ടികളെ? പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് അറിയാണ്ടൊരു തെറ്റ് വന്നു. കാരണം ഗോമതിയോട് വർത്തമാനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മീനുവിനെയും ഇത്രയും കല്യാണം കഴിച്ചതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അതെൻ്റെ വായിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയതാണ്. നിങ്ങളെനിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ തന്നെയാണ് നിങ്ങൾ, ദേവിയും മീനുവും ഇത്രയൊക്കെ. അപ്പം ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയാൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ബാലനെയും കാണിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. സാന്ത്വനം 2ൻ്റെ കഥയും കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളും നേരത്തെ തന്നെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക.